ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ കേട്ടോ. ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ പോയി. അച്ചു മീൻസ് മൈ കെട്ടിയോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കെട്ടിയോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നേരത്തെ ഗിഫ്റ്റ് മേടിച്ചിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എല്ലാവരും ചില്ലറ പൈസയൊക്കെ ഇരുന്നതൊക്കെ കൊണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി മെയിനായിട്ട് ക്യാഷ് ലോണിൽ പോയി. അപ്പോൾ ആനന്ദ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് തന്നു. അപ്പോൾ കണ്ണൻ ഒരു ചെരുപ്പം വാങ്ങിച്ച് ഗൗരിക്ക് ഒരു പേഴ്സ് മേടിക്കണമെന്ന് പറഞ്ഞ് ഗൗരി പൈസയൊക്കെ തന്നു വിട്ടായിരുന്നു. അങ്ങനെ ഗൗരിക്കുള്ള പേഴ്സ് മേടിച്ച് കണ്ണന് ഒരു ചെരുപ്പാണ് കണ്ണൻ മേടിച്ചത്. അപ്പോൾ അത് രണ്ടും മേടിച്ച് പിന്നെ ഞങ്ങൾ കേക്കും ഒക്കെ മേടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഞാനും കണ്ണനും കൂടെ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കേക്കും ഒക്കെ എടുത്ത് വന്ന് ഗൗരി ഞങ്ങൾ ട്യൂഷനാക്കിയിട്ടാണ് പോയാൽ. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ പൊതിഞ്ഞൊക്കെ വീട്ടിൽ വന്നു. പായസം ഒരു 5 മണി വരെ വെക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു കുത്തൽ. അപ്പോൾ പിന്നെ വെച്ചേ പറ്റൂ എന്ന് തോന്നി. എല്ലാ വർഷവും ഞാൻ വെച്ച് കൊടുക്കുന്നത്, ഈ പ്രാവശ്യം ഞാൻ വെച്ച് വെക്കണ്ടെന്ന്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയില്ലായിരുന്നു. അപ്പം ഞാൻ കണ്ണനെ വിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ പായസം വെക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം വരെ വെക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തോ എനിക്കൊരു വല്ലായ്മ. അപ്പോൾ ഞാൻ വെച്ച് പായസം അങ്ങ് വെച്ച് കൊടുക്കാമെന്ന്. കാരണം നമ്മുടെ കെട്ടിയവന് പായസം ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കെട്ടിയവനും കെട്ടിയോളും എന്തൊരു സ്നേഹമാണ്. വീട്ടിൻ്റെ പരിസരത്തൊക്കെ വന്ന് വല്ലപ്പോഴൊക്കെ നിന്ന് നോക്കണം. അപ്പോൾ അറിയാം സ്നേഹത്തിൻ്റെയൊക്കെ വിവരണം എന്തുവാന്ന്. എല്ലാ വീട്ടിലും നടക്കുന്നതിനേക്കാൾ യുദ്ധമാണ് മക്കളെ നമ്മളുമൊക്കെ നടത്തുന്നത്. അപ്പോൾ പിന്നെ പായസമൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പ്. പാല് ഞാൻ വേറെ തിളപ്പിക്കാൻ ഇൻഡക്ഷനകത്തോട്ട് വെച്ചിരുന്നു. മുമ്പ് ഞാനിത് ബർമസലി ഇങ്ങനെ മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് പാലെടുത്ത് ഒഴിച്ച് തിളപ്പിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ബർമസലി അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ചിലവരൊക്കെ വെക്കുമ്പോൾ പിന്നെ നന്നായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കരുത് ഇത് എങ്ങനെ കിടക്കുമെന്ന്. അപ്പോൾ നിത്യയാണ് ഒരു ദിവസം പറഞ്ഞു തന്നത് ഇങ്ങനെ പാല് സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കുക്കറിനകത്താണ് ഞാൻ ചൗവര് വെച്ചത്. ചൗവര് ഞാൻ കുക്കറിൽ വെക്കുന്നുണ്ടത് അങ്കൻവാടി സിബിച്ചേച്ചി ഒരു പ്രവേശനോത്സവത്തിന് ചെന്നപ്പോൾ കുക്കറിനകത്തിട്ട് ചൗവര് വേവിച്ച് പെട്ടെന്ന് വേവാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ വേവിച്ചെടുക്കാൻ പറ്റുമെന്ന്. അതിനുശേഷം ഞാൻ വെച്ചിട്ടുണ്ട് ശകല പായസേ വെച്ചിട്ടുള്ളൂ. വലിയ പാത്രം ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് വലിയ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മധുരം നോക്കി തിന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഞാൻ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്നതാണ്. അതെല്ലാം ഞാൻ പെറുക്കി തിന്നും കുറച്ചൊക്കെ അതിനകത്തോട്ട് ഇട്ട്. പിന്നെ കഥ പറയുന്നത് മൊത്തം റേഷൻ കട സീനെടുത്താണ്. ഒരു മതിലിനപ്പുറത്ത് റേഷൻ കടയും തുറന്ന് വായും നോക്കി അവളോട് ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ കഥ പറച്ചിലാണ് ജോലി. അവളോട് പായസം ഉണ്ടാക്കി അവളോട് കഥയും പറഞ്ഞാണ് നിൽക്കുന്നത്. വീണ്ടും ഞാൻ മധുരം നോക്കും. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും വെന്ത് തീരുന്നതിനകം എത്ര വട്ടം ഉപ്പ് നോക്കും എത്ര വട്ടം മധുരം നോക്കുമെന്നൊന്നും എനിക്കറിയുണ്ട്. ഇച്ചിരി ടേസ്റ്റുള്ള സാധനമാണെങ്കിൽ മൊത്തം നോക്കാം. പായസത്തിൻ്റെ മണം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഏലക്കാപ്പൊടി ഇട്ടില്ല. അവളോട് കഥ പറഞ്ഞ് ഏലക്കാപ്പൊടി ഇടാൻ മറന്നുപോയെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഏലക്കാപ്പൊടി ഇട്ടിട്ട് എനിക്കൊരു സുഖം പോരാ. ഞാൻ പിന്നെയും കുറച്ചും കൂടെയൊക്കെ തട്ടിയും മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് പായസം ഒരുവിധം സെറ്റായി. ആകെ ഒരു ഇമ്മണി പായസമേ ഉള്ളൂ. അതിൻ്റെയാണ് ഈ ആഡംബരം മൊത്തം കാണിക്കുന്നത്. ഒരു വലിയ ഉരുളി എടുത്ത് വെച്ച് കാണിക്കുകയാണ്. ഉരുളിയൊക്കെ കാണുമ്പോൾ നാട്ടുകാർ പറയൂ ഇത്രയും വലിയ ഉരുളിക്കകത്ത് പായസം വെച്ചൊന്നും പായസത്തിന് അങ്ങനെ അറ്റത്ത് കിടക്കുക. കാരണം ഇതാകുമ്പോൾ ഇച്ചിരി വിശാലമായിട്ടൊക്കെ ഇളക്കിയൊക്കെ ചെയ്യാം. ബാക്കിയുള്ളിരിക്കുന്ന കുടുവ സാധനങ്ങൾ അതിനകത്തോട്ട് ഇടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ചുക്കുപൊടിയും കൂടെ എടുത്തിട്ട് കേട്ടോ. ചുക്കുപൊടി ഇടുമ്പോഴത്തേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ചുക്കുപൊടിയും കൂടെ ഇട്ട് അങ്ങനെ കഥ പറഞ്ഞാലും തീരത്തില്ല. ഞാൻ ഈ സമയം അവളുടെ അടുത്ത് അവിടെ വന്ന് ഇന്നിങ്ങനെ കഥ പറയും. ഇവിടെ വന്നിന്ന് കഥ പറഞ്ഞിട്ട് പോരാത്തതിന് വർക്കേരിയിൽ പോയിന്ന് കഥ പറയും. അങ്ങനെ പായസമൊക്കെ തീർന്ന് പിന്നെ ഞങ്ങളിത് അച്ഛനെ കുളിക്കാൻ കയറ്റിയിട്ട് ഞങ്ങളിതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേട്ടാ. ആ കാണുന്ന ബലൂൺ ഞങ്ങൾ ഇതിനു വേണ്ടി മേടിച്ചാൽ നിങ്ങൾ വിചാരിക്കും തെറ്റിദ്ധരിക്കേണ്ട. അത് പാറു ബീച്ചിൽ പോയപ്പോൾ കളഞ്ഞു കിട്ടി കൊണ്ടുവന്നതാണ്. ഞങ്ങളൊരു ആഡംബരത്തിനടുത്ത് അവിടെ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ അച്ഛനെ ഞങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് കണ്ണൊക്കെ പൊത്തിക്കൊണ്ടാണ് ഗൗരി വന്നത്. കത്തും അച്ഛന് മനസ്സിലെവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വളരെ സർപ്രൈസായിട്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അങ്ങനെ ആര് ഷെയറൊക്കെ ഇട്ട് കേക്ക് മേടിച്ചെന്നൊക്കെ ചോദിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഊറ്റിയ കാശ് തന്നെ ഞങ്ങൾ 3 പേരും. എന്നാൽ അച്ഛന് വളരെ സത്യസന്ധമായി അറിയാവുന്നതുകൊണ്ട് അച്ഛനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആനന്ദം പരമാനന്ദം എന്നൊക്കെ പറഞ്ഞ് ഗൗരി കേക്ക് മുറിച്ച്. അവൾ എന്തിനാ ആ പാട്ട് പാടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ വരുന്നത്, ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രക്രിയയാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു ഷർട്ട് മേടിച്ച് വെച്ചിരുന്നു. ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നതിനൊന്നും വലിയ വില തരാത്തതുകൊണ്ട് ചില വർഷം ഞാൻ മേടിക്കേണ്ടത്. എന്നാലും മനസ്സിൽ കുത്തൽ തുടങ്ങും. അപ്പം പോയി മേടിക്കാമെന്ന്. അപ്പോൾ കണ്ണം കൊടുത്ത് മേടിച്ച് ഗിഫ്റ്റ് കൊടുത്ത്. പിന്നെ ഗൗരി ഇങ്ങനെ കുറേ എഴുതിയൊക്കെ എന്തൊക്കെയോ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു. തലേ ദിവസം തൊട്ടേ പഠിക്കാതെ നിന്ന് ചെയ്ത പണികളാണ് ഇതൊക്കെ. പഠിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ നാളെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ്സൊക്കെ എഴുതി കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് കുറേ പേപ്പറിനകത്തൊക്കെ എഴുതിയൊക്കെ വെച്ച് പിന്നെ ഞാനും വിചാരിച്ച് സന്തോഷമല്ലേ ചെയ്യട്ടെന്ന്. പിന്നെ അവളും കണ്ണനും കൂടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് വരച്ച്. അപ്പോൾ അച്ഛൻ പറയുന്നത് മൂക്ക് തള്ളിയിരിക്കുന്നു. അപ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് അങ്ങനെയാണെന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഗൗരിക്ക് അന്നേരം തന്നെ ആ കേക്ക് ഇതെല്ലാം ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ച് നോക്കണമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി. അപ്പോൾ അച്ഛന് കിട്ടിയത് അവർ മേടിച്ചു കൊടുത്തതാണ്. പേഴ്സ് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പിന്നെ അവൾ കൊടുത്ത പേപ്പറുകളെല്ലാം അതിനകത്തോട്ട് എടുത്ത് വെച്ച്
അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ ഞാൻ കൊടുത്ത ഷർട്ട് ഇതായിരുന്നു. ഷർട്ടും ഒക്കെ നോക്കി അപ്പോൾ കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ നോക്കി കളവാണോ അല്ലേന്ന് നോക്കിയിട്ട് വേണം എന്നെ തിരിച്ചു കൊടുക്കാൻ. ഷർട്ടിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ വില പറഞ്ഞ്, കാരണം ഇതിനുള്ള പലിശ സഹിതം നമുക്ക് ഇനിയും മേടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യത്തിന് ഇത്ര രൂപ ഇത്രയാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ പെടുത്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ പടമുള്ള ചെരുപ്പായതുകൊണ്ട് അമിതാഭ് ബച്ചൻ മുമ്പ് ഇട്ടിരുന്ന ചെരുപ്പാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കണ്ണനെ കളിയാക്കിയിട്ടൊക്കെ എടുത്ത് ചെരുപ്പ് മേടിച്ചപ്പോൾ തൊട്ടേ കണ്ണൻ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനത് ചെറുതായിരിക്കും ചിലപ്പോൾ എന്ന്. ഞാൻ എൻ്റെ അളവ് നോക്കി ഒരു ശകലം കൂടെ കൂടുതലാണ് മേടിച്ചത്. കാരണം ഞാൻ എപ്പോഴും ഈ ചെരുപ്പൊക്കെ പറക്കി ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെരുപ്പ് അളവ് നോക്കി മേടിച്ചപ്പോൾ ചെരുപ്പ് കറക്റ്റായിരുന്നു. പിന്നെ ഇതായിരുന്നു ഞാൻ കൊടുത്ത ഷർട്ട് വളരെ കുഴപ്പമില്ലാത്ത ഷർട്ടായിരുന്നു. ഷർട്ടാണോ കുർത്തയാണോ എന്തൊക്കെയോ പറയും ഇതിന്, പക്ഷേ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കറക്റ്റ് അളവായിരുന്നു. 6 പാക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.